അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും വളരെ അസ്സലാമലൈക്കും. സ്നേഹത്തോടെയും സന്ത വലൈക്കും സ്ലാം എല്ലാവരെയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇറ്റ്സ് മീ ദ റിയൽമി സെഷൻ്റെ ഡേ ആണ് അല്ലേ. അപ്പോൾ നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും എനർജറ്റിക് ആണ്, കാമാണ്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് പോവാം. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്തവരോട്, പുതുതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടാവാം, അവർക്ക് ചിലപ്പോൾ ഇറ്റ്സ് മീ ദ റിയൽമി സെഷനെ കുറിച്ച് വലിയൊരു അവയർനെസ് ഉണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയാണ്, നമ്മുടെ ഈ സെഷനിൽ നമ്മൾ നമ്മുടെ EFT ലൈഫ് മാസ്റ്ററി കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ക്ലയൻസിൻ്റെ ഫീഡ്ബാക്ക്, അവരുടെ ആ ട്രാൻസ്ഫർമേഷൻ സ്റ്റോറി ഷെയർ ചെയ്യുന്ന സെഷനാണ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഓരോ മന്തിലും നമുക്ക് EFT ബാച്ചസ് വരുന്നുണ്ട്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഈ ബാച്ചിൽ ഒരുപാട് സ്ട്രഗ്ലിങ്സിലൂടെ കടന്നു പോകുന്ന സ്റ്റുഡൻസ് ജോയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, വ്യക്തികൾ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് പ്രാക്ടീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്ത് അവരുടെ ആ ഒരു ചാലഞ്ചസിൽ നിന്നെല്ലാം അവർക്ക് സൊല്യൂഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരുടെ ആ ഒരു സ്റ്റോറി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരിലേക്കും അത് അറിയിച്ചു കൊടുക്കണം അല്ലേ. നമുക്ക് കിട്ടിയ വെളിച്ചം നമ്മൾ മറ്റുള്ളവരിലേക്കും അറിയിച്ചു കൊടുക്കും. ഒരുപാട് പേര് നമുക്ക് ചുറ്റും സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഷെയർ ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ്, ഒരു സെഷനാണ് ഇറ്റ്സ് മീ ദ റിയൽ മീ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് നിഷിത മാം ആണ് വന്നിട്ടുള്ളത്. നിഷിത മാം ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ. ആർ യു ദേർ മാം? ഹലോ. വീഡിയോ. ഗുഡ് ഓക്കെ, മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് നിഷിത മാം ആണ്. ഓക്കെ മാം, എല്ലാവരും എക്സൈറ്റഡ് അല്ലേ? എല്ലാവരും റെഡി അല്ലേ സെഷനിലേക്ക് വേണ്ടിയിട്ട്? കുറച്ചുകൂടെ പേരൊന്ന് വീഡിയോ മോഡിൽ വരൂ, നിർബന്ധിക്കുന്നില്ല. പറ്റുന്നവരൊന്ന് വീഡിയോ മോഡിൽ വരൂ. അതല്ലേ നമുക്കൊരു എനർജി, ഒന്ന് എനർജി ഹൈ ആക്കാനായിട്ടല്ലേ. എല്ലാവരും നമ്മൾ ഒന്ന് ഇന്ററാക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ മോഡിൽ വരുമ്പം ഒന്നുകൂടെ എനർജിയാണ്. എല്ലാവരും മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോ മോഡിൽ വരാം. ഓക്കെ, ഒരിക്കൽ കൂടി നിഷിത മാം നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം മാം. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ മാം, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ, ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. നിങ്ങൾ നിങ്ങൾ ഏത് ബാച്ചിലായിരുന്നു, നിങ്ങളുടെ വീട്, കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തും. ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് നിഷിത. ഞാൻ EFT 9th ബാച്ചിലായിരുന്നു. അപ്പോ ജൂണിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു 6 മാസത്തെ EFT ഈ ഒരു കോഴ്സ് ചെയ്തതിൽ എനിക്ക് വളരെ വലിയൊരു, ഞാൻ എന്ത് കാര്യത്തിനാണോ EFTയിലേക്ക് വന്നത് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഏറെക്കുറെ അത് എന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാനിരിക്കുന്നത്. അപ്പോ EFTയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഉള്ള പരിഹാരം EFTയിൽ ഉണ്ടെന്ന് ഞാൻ പറയും. ഓക്കെ, ഞാനിപ്പോ എങ്ങനെയാണ് മാം ഹെൽത്തിന്റെ അറിഞ്ഞത്? EFTയെ കുറിച്ച് എങ്ങനെയാണ് മാം അറിഞ്ഞത്? EFTയെ കുറിച്ച് നമ്മള് എന്താണ് സാധാരണ നമ്മളെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ഇപ്പൊ നമ്മൾ എല്ലാവരും ആശ്രയിക്കുന്നത് മൊബൈൽ ഫോണിനെയാണ്. സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ആ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മളിപ്പോ കൗൺസിലിങ്ങിനോ മറ്റോ ഒക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് നമ്മൾ ആശ്രയിക്കുന്ന ഒരു ഒരു എന്താണ് ഒരു മീഡിയം മൊബൈലാണ് ഇപ്പൊ. എനിക്ക് അതുപോലെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായപ്പോ ഞാന് ഫോണിൽ സെർച്ച് ചെയ്തു എന്താണത്. അപ്പോഴാണ് എനിക്ക് EFTയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായത്. അപ്പൊ ഞാന് അതിൽ കിടന്ന നമ്പറിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യുകയും ഞാൻ ഇതിനെ കുറിച്ചിട്ട് ധാരണ ഉണ്ടാക്കി ഞാൻ ജോയിൻ ആവുകയാണ് ചെയ്തത്. ഓക്കെ, എന്തായിരുന്നു റീസൺ? റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കഥ പറയേണ്ടി വരും. എങ്കിലും നമ്മള് എന്റെ ഒരു മുൻപത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മള് എന്തെങ്കിലും നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ഞാനും എന്റെ ജീവിതത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാതിരുന്ന ഒരു അവസ്ഥയിൽ എന്തെങ്കിലും ഒരു മാറ്റം എനിക്ക് വേണം എന്നൊരു തോന്നലിൽ നിന്നും ഇങ്ങനെ
നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ കേൾക്കുമായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. പക്ഷെ മോട്ടിവേഷൻ ക്ലാസ്സസ് നമ്മൾ അത് കേൾക്കുമ്പോൾ ഒരു ദിവസം അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അതിനപ്പുറത്തേക്ക് എനിക്കൊരു പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും ആ ക്ലാസ് കഴിയുമ്പോൾ തീർന്നു. അത് പിന്നെ ആ സമയത്ത് ഒരു 1 മന്ത് ആണെങ്കിൽ ആ 1 മന്ത് മാത്രം ഒന്ന് എനർജറ്റിക് ആയിട്ട് നിൽക്കും. ബാക്കി പിന്നെ എല്ലാം അത് കഴിയുമ്പോൾ കഴിഞ്ഞു. അതായിരുന്നു എന്റെ സ്റ്റേജ്. അപ്പൊ ഞാൻ എന്റെ ഒരു കരിയറുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുന്ന ഒരു കാര്യത്തിനായിട്ടാണ് ഞാനങ്ങനെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തു. അതൊക്കെ ക്ലിയർ ചെയ്തു. അതിനുശേഷം നമുക്ക് പുറത്തേക്ക് പോകാൻ മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അപ്പോ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പോഴാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവെന്ന് തന്നെ പറയാം. അത് ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ അതൊരു പോസിറ്റീവാണ്. പക്ഷെ അന്നത്തെ ദിവസം എന്നെ വളരെ ഞാൻ തകർന്നു പോയൊരു ദിവസമായിരുന്നു. കാരണം ഞാൻ പോലും അറിയാതെ ഒരു സംഭവം, ഒരു വൈറസ് എന്റെ ദേഹത്ത് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എബ്രോഡ് പോകാൻ പ്രയാസമാണ്. പക്ഷെ അത് എങ്ങനെ വന്നു, എന്താണ്, ഒന്നും ഒരു പിടിയില്ല. അത് റീസെന്റ് വാക്സിനേഷൻ എടുക്കാത്തതിന്റെ പേരിൽ വന്നതാണ്. അപ്പൊ അന്ന് ആ സമയത്ത് നമുക്ക് എല്ലാം റെഡിയായിരുന്ന് ഈ ഒരു ഇഷ്യൂ വന്നപ്പോ സ്വാഭാവികമായും മനുഷ്യരാണ് തകർന്നുപോയി. ആ സമയത്ത് പിന്നെ നമ്മൾ എന്താണ് അടുത്ത ഓപ്ഷൻ നോക്കുന്നത്? ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ള ഓപ്ഷൻ ആണല്ലോ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോ അത് ഞാനൊരു അലോപ്പതി, ഡോക്ടർമാരെ ഒന്നും കുറ്റം പറയല്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് ഡോക്ടർമാര് നല്ല വലിയ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കൊണ്ടുപോയി കാണിച്ചത് എന്താണ് സാർ, എന്താണ് സംഭവം. പക്ഷെ അവർക്കൊന്നും, അവരെല്ലാം പറയുന്നത് വാക്സിനേഷൻ എടുക്കാത്തത് കൊണ്ട് വന്നതാണ്. നിങ്ങൾ ഇത് ജീവിതകാലം മൊത്തം ഇതിങ്ങനത്തെ ഇതിന്റെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിന്റെ ബ്ലഡ് ടെസ്റ്റിൽ വരുന്ന വേരിയേഷൻസ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. നിങ്ങൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലായിട്ട് പോയാൽ മതി. ഇത് ലൈഫ് ലോങ് ഇങ്ങനെ അങ്ങ് പോകും. അല്ലാതെ ഒരു മരുന്നില്ല. സംഭവം ഇതിന് മരുന്നില്ല, ഇംഗ്ലീഷ് മരുന്നില്ല. പിന്നെ അതിനുശേഷം പിന്നെ ആയുർവേദത്തിൽ നമ്മൾ കുറേ വർഷക്കാലം പച്ചില മരുന്നുകളും മറ്റുമൊക്കെ കഴിക്കേണ്ടി വരും. പിന്നെ ഹോമിയോപ്പതിയിലും ഉണ്ടായിരുന്നു. അതും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിൻസ്. നമ്മളിങ്ങനെ അതും ഉറപ്പ് പറയാം, ആർക്കും ഇത് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. മീൻസ് എല്ലാവരും ഒരു 75% സക്സസ് ആകും എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഒരു 6 മാസത്തോളം അതൊക്കെ ട്രൈ ചെയ്തു. ഭയങ്കരമായിട്ട് എന്താണ് പറയുന്നത്, ആ ഒരു സ്ട്രെസ്സും എന്താണ് എപ്പോഴും ഇങ്ങനെ ആയിരുന്നു. എന്താ എനിക്ക് ഇങ്ങനെ വന്നത്, എന്താ എനിക്ക് ഇങ്ങനെ വന്നത് എന്നൊരു ചോദ്യമായിരുന്നു. പിന്നെ അത് മാറ്റിയെടുക്കണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക്, നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇത് മാറ്റിയെടുക്കുക അനിവാര്യമായതുകൊണ്ട് അതിന് പിന്നാലെ ഇങ്ങനെ പോയി. ഭയങ്കരമായിട്ട് ഞാനത് ഡയറ്റ് ഫോളോ ചെയ്തു. പിന്നെ അതുപോലെ മെഡിസിൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് കഴിച്ചിരുന്നു. അപ്പോഴൊന്നും എനിക്ക് വളരെ മാറ്റങ്ങളൊന്നും ഒക്കെ ചെറിയ വേരിയേഷൻസ് മാത്രമേ കണ്ടിരുന്നുള്ളൂ. അപ്പോഴെല്ലാം ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾ ഒരു ദീർഘകാലം കഴിക്കൂ, അപ്പൊ നിങ്ങൾക്ക് ചേഞ്ച് വരും എന്നാണ്. അങ്ങനെ ഞാൻ നമുക്കിങ്ങനെ ഇങ്ങനെ പറയുമ്പോഴും പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നാണല്ലോ എല്ലാവരുടെയും മനസ്സിൽ. അപ്പോ ഒരു നിരാശ ഉണ്ടായിരുന്നു എവിടെയോ. അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് ഈ EFT യെ കുറിച്ചിട്ട് ഒരു യാദർച്ഛികമായിട്ട് തന്നെ ഒരു വീഡിയോ വന്നതും. ഞാൻ നെജില മാമിനെയാണ് കോണ്ടാക്ട് ചെയ്തത് ഫസ്റ്റ്. അപ്പൊ ഒരുപാട് സംശയങ്ങളായിരുന്നു. കാരണം EFT നമ്മളൊരു ഹെൽത്ത് ഇഷ്യൂവിന് നമ്മളുടെ കൺസെപ്റ്റില് മരുന്ന് കൊണ്ടല്ലേ, നമുക്കൊരു രോഗം വന്നാൽ മരുന്ന് കഴിക്കുക. പക്ഷെ അതിനപ്പുറം മറ്റു പല കാര്യങ്ങളും ഉണ്ടെന്ന് അന്ന് എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ലായിരുന്നു. എങ്ങനെ ഹെൽത്ത് ഇഷ്യൂവിന് നമ്മൾ EFT വഴി എങ്ങനെ കിട്ടും, അറിയില്ല. മാം പറയും നിങ്ങൾ വരൂ, വന്ന് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്യൂ, അതിലേക്ക് വരൂ, നമുക്ക് പറയാം. മാമിന് പറയുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഞാനത് ട്രസ്റ്റ് ചെയ്തു. ഞാൻ EFT 9th ബാച്ചിൽ കയറി. സാറിന്റെ ക്ലാസ്സിൽ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങളെന്ന് മനസ്സിലായത്. ഒരുപാട് ഇത്രയും നാളും തിരിച്ചറിവുകൾ അല്ലെ, അറിവുകൾ പ്ലസ് തിരിച്ചറിവുകൾ. തീർച്ചയായും തീർച്ചയായും. കാരണം ഇത്രയും നാളും കരുതി വെച്ചിരുന്നതൊന്നും അല്ല. EFTയില് എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. നമ്മുടെ ഇത്രയും നാളും നമ്മൾ കരുതിയതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്, ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് EFT നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ പ്രാക്ടീസസും കൂടെ വരുമ്പോ അത് നമ്മുടെ ഉള്ളിലേക്ക് അത് എത്തും. നമ്മളിപ്പോ എന്താ പറയണ്ടേ,
നമ്മൾ ഇത്രയും നാള് ഞാനൊരു മരമാണെങ്കിൽ അത് മരത്തില് ഒരു ശിഖരത്തില് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ശിഖരം വെട്ടിക്കളഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു ഞാൻ. അല്ലാതെ അതിന്റെ റിയൽ കോസ് അതിന്റെ വേരിലാണ്, ആ അതിന്റെ റൂട്ടിലാണ് അത് അതിന്റെ കറക്റ്റ് മെഡിസിൻ ചെയ്യേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കിയതിനാണ്. അപ്പൊ റൂട്ടിൽ കറക്റ്റ് കാര്യങ്ങൾ എത്തിയാൽ ആ വൃക്ഷം നല്ലതായിട്ട് ഗ്രോ ചെയ്യും. ഡെഫിനറ്റ്ലി. അതാണ് അപ്പൊ ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ഇപ്പോ ആഫ്റ്റർ EFT എന്താണ് അതിന്റെ ഒരു സ്റ്റാറ്റസ്? ഞാൻ അതെ അതെ. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ 6 മാസേ ആയിട്ടുള്ളൂ. ഞാൻ ബേസിക് ചെയ്തപ്പോ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ, ഞാൻ പിന്നെ EFT തുടങ്ങിയ ശേഷം ഞാൻ മെഡിസിൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ കുഴഞ്ഞു, സത്യം പറഞ്ഞ മെഡിസിൻ ഒക്കെ കഴിച്ച് എന്താണ് ഒന്ന് മടുത്തു എന്ന് പറയത്തില്ലേ, ആ മടുത്തു എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വന്നപ്പോ ഞാൻ പിന്നെ EFT തുടങ്ങിയപ്പോ മെഡിസിൻ ഒക്കെ നിർത്തി. ഇതിലൊരു ട്രസ്റ്റ് എനിക്ക് വന്നു, നോക്കാം എന്നൊരു ട്രസ്റ്റ് വന്നു. അപ്പോ മെഡിസിൻ ഒന്നും കഴിച്ചില്ല. ബേസിക് കഴിഞ്ഞപ്പോ എനിക്ക് ഹെൽത്ത് ഇഷ്യൂലല്ല മാറ്റം വന്നത്. സത്യത്തില് എന്റെ കുറെ കാര്യങ്ങൾ, ഞാൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ ഓവർ തിങ്കിങ്, ഒരു മനുഷ്യന് വേണ്ട എല്ലാവിധ നെഗറ്റിവിറ്റിയും ഉണ്ടായിരുന്നു. ഭയങ്കര ഫിയർ ആയിരുന്നു. പക്ഷെ ഓരോ സാറിന്റെ ക്ലാസ് അടിപൊളിയാണ്. അത് എന്താ പറയണ്ടേ, നമ്മള് ക്ലാസ് കേട്ടിട്ട് റെക്കോർഡിംഗ് കൂടെ കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പണത്തിന് വളരെയധികം അതിന് ഇരട്ടി കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഫസ്റ്റ് ടൈം അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇതുവരെ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങളിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മൾ കോഴ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അത് സെക്കൻഡ് ടൈം ഉണ്ടായിരുന്നു അത് മാം. റെക്കോർഡ് വാച്ച് ചെയ്തപ്പോഴായിരുന്നു കൂടുതൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണ്. അതെ 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 അതെ. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ പ്രാക്ടീസസ് ചെയ്ത് തുടങ്ങിയപ്പോ നമുക്ക് ആ ഒരു ഫീലിംഗ്, ഒരു മാറ്റം വരുന്നത് നമുക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റുമല്ലോ. യാ അപ്പോഴത്തേന് യാ. നമുക്കൊരു ട്രസ്റ്റ് വന്നു. അതെ, റെക്കോർഡിങ് കേട്ടപ്പോ കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആയതെന്ന് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ആ പ്രാക്ടീസ് ചെയ്തപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കറക്റ്റ് മനസ്സിലായി. ഓക്കെ. പിന്നെ അഡ്വാൻസ് പ്രോഗ്രാമും ചെയ്തു അല്ലെ? EFTയുടെ തന്നെ അഡ്വാൻസ് പ്രോഗ്രാം ചെയ്തു. അവിടെയാണ് ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ ക്ലിയർ ആവുന്നത്. അതെ, അത് ഏകദേശം നവംബറിലാണ് ഞാൻ ചെയ്തത്. അപ്പം ഡിസംബർ ഒക്കെ ആയപ്പോ അത് മാജിക്കൽ. ഞാൻ മെഡിസിൻ കഴിച്ചില്ല എന്നുള്ള, മെഡിസിൻ കഴിക്കുക മാത്രമല്ല, പ്രത്യേകിച്ച് ഡയറ്റോ കാര്യങ്ങളോ നോർമൽ ലൈഫ് സ്റ്റൈൽ ആയിരുന്നു. പക്ഷെ ഞാൻ എന്താണ് EFTയിലെ പ്രാക്ടീസസ് ഞാൻ ചെയ്തിരുന്നു. ഓക്കെ. ഇപ്പോ എന്താണ് നല്ല വേരിയേഷൻ ഉണ്ട് ആ ഒരു നല്ല മീൻസ്. വേരിയേഷൻ. ഏകദേശം അത് എന്താണ്, ആ ഇമ്മ്യൂണിറ്റി എന്റെ ബോഡി തന്നെ സ്വയം അത് ബിൽഡ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്. അതിലേക്ക് എത്താൻ പറ്റിയില്ലേ നമ്മുടെ അതിലേക്ക് പ്രാക്ടീസസിലൂടെ. എത്താൻ പറ്റി. അലോപ്പതി അതുപോലെ ഹോമിയോപ്പതി ഇതെല്ലാം മെഡിസിൻ കഴിച്ചോളൂ, അത് അവർക്ക് അഷുറൻസ് തരാൻ കഴിയാത്തൊരു സിറ്റുവേഷനിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ചേഞ്ചസ് വരുത്തുമ്പോൾ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ബിലീഫ്സ് അല്ലെങ്കിൽ പാസ്റ്റ് ട്രോമാസ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതിലൂടെ അത് മാറ്റാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു മിറാക്കിളാണ് അല്ലെ? എന്താണ് മാമിന് തോന്നുന്നത്? അതെ, അത് ആ റൂട്ട് കോസ് നമ്മൾ കണ്ടെത്തുക. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അത് ക്ലിയർ ആയി എന്ന് തന്നെ വിചാരിക്കാം. ആ റൂട്ട് കോസ് കണ്ടെത്താൻ ശ്രമിക്കാം. ഓക്കെ. എല്ലാ കാര്യത്തിനും, ഇപ്പൊ ഞാൻ ഹെൽത്തിന്റെ മാത്രമല്ല, ഏത് കാര്യത്തിനും ആ റൂട്ട് കോസിലേക്ക് നമ്മൾ എത്തി അത് ക്ലിയർ ചെയ്താൽ തീർച്ചയായും എല്ലാവർക്കും എല്ലാ കാര്യത്തിലും മാറ്റം വരും. റൂട്ട് എവിടെയായിരുന്നു? വൂമ്പിലായിരുന്നോ? എവിടെയായിരുന്നു റൂട്ട്? ചൈൽഡ്ഹുഡിലായിരുന്നോ? ചൈൽഡ്ഹുഡിലായിരുന്നു. ഓക്കെ. ചൈൽഡ്ഹുഡ് ഇപ്പം കോഴ്സിലേക്ക് വന്ന സമയത്ത് എന്റെ ചൈൽഡ്ഹുഡ് ഒന്നും പ്രശ്നമില്ല, ഞാൻ ഓക്കെ ആണ് എന്നൊരു ധാരണ ഉണ്ടായിരുന്നോ? എന്താണ്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം ഉള്ളിൽ കിടക്കുന്നുണ്ടെന്നോ, ഇതെന്നെ ഇത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്നോ അല്ലെ? അതെ അതെ അതെ. ഓക്കെ. അത് നമ്മൾ അറിയില്ല, സത്യം പറഞ്ഞാൽ നമ്മളത് നമ്മൾ ബാല്യകാലം എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരം, നമ്മൾ പിന്നെ ഒരു വളർന്ന് വലുതാകുമ്പോഴുള്ള കാര്യം തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ആ EFT പ്രാക്ടീസസിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബാല്യകാലം നമ്മൾ കൃത്യമായി നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുകയും നമുക്കത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. ഒരു മാജിക് ആണ് EFTയുടേത്. ടാപ്പിംഗ് ചെയ്യുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്.
അതെ. നമ്മുടെ കോഴ്സിലേക്ക് വരുന്ന ഫസ്റ്റ് ടൈം ബിഗിനേഴ്സ് പറയാറുണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല, എൻ്റെ കുട്ടിക്കാലൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓരോ പ്രാക്ടീസസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു പിക്ചർ അല്ലെ നമ്മുടെ ഉള്ളിൽ നിന്നും വരികയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ്, എന്താണ് അഡ്വാൻസ് പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് ആ, ഒരു ഫീഡ്ബാക്ക്, ഒരു എക്സ്പീരിയൻസ് എന്താണ്? അഡ്വാൻസ് പ്രോഗ്രാം എന്താ പറയാനാണ്. അത് ബേസിക് കഴിഞ്ഞ് എനിക്ക് ബേസിക് കഴിഞ്ഞപ്പോ എനിക്ക് സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഫൊഗീവ്നെസ് ഇതൊക്കെ എനിക്ക് എന്താണെന്ന് മനസ്സിലായി. ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എപ്പോഴും പരാതികളായിരുന്നു. എനിക്ക് എന്താ അങ്ങനെ പറ്റാത്തത്, ഞാൻ ഇത്രയും ശ്രമിച്ചിട്ട് എനിക്ക് അങ്ങനെ പറ്റിയില്ലല്ലോ, കമ്പാരിസൺ. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനിക്കില്ലായിരുന്നു. അപ്പം ബേസിക് കഴിഞ്ഞപ്പോ ആ സെൽഫ് ലവ് എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളും വിട്ടുകൊടുക്കുക, അതായത് ഫൊർഗീവ്നെസ്, ലെറ്റ് ഗോ ചെയ്യാന്നുള്ളത് എന്റെ ഡിക്ഷണറിയിലേ ഇല്ലായിരുന്നു. അതായത് ഞാൻ പുറത്ത് പ്രകടിപ്പിച്ചില്ലേലും ഉള്ളിൽ ഇങ്ങനെ അടക്കുമായിരുന്നു. അത് എല്ലാരും വിട്ടുകളയെന്ന് പറയുമ്പോൾ അത് പറയാൻ എളുപ്പമാണ്, ഞാൻ അത് മറന്നു എന്ന് എല്ലാവരും പറയും. പക്ഷെ റിയൽ ആയിട്ട് നമ്മൾ വിട്ട് കളയുന്നത് EFT-യിലൂടാണ്. നമ്മൾ എല്ലാവരും കരുതും നമ്മൾ അത് വിട്ട് കളഞ്ഞല്ലോ എന്ന്. പക്ഷെ EFT വഴിയെ നമുക്ക് കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇതെല്ലാം നമ്മൾ ബാഗേജ്. പറഞ്ഞോളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഹെൽത്ത് ഇഷ്യൂല് ഞാൻ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ വലിയ വേരിയേഷൻ ഒന്നും അന്ന് കണ്ടില്ല ബേസിക് കഴിഞ്ഞു. പക്ഷെ എനിക്ക് എന്തൊക്കെയോ ഉള്ളിൽ നിന്ന് മാറ്റം വന്നു. എനിക്ക് എന്റെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതായത് കുറെ ഒരു പോസിറ്റീവ്, കുറെ തിങ്കിങ്, ആ ഒരു നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ കുറഞ്ഞു. അതായത് ചിന്തകൾ തന്നെ ഏകദേശം കുറഞ്ഞു. പിന്നെ വലിയ ദേഷ്യപ്പെടാനോ ഒന്നും അങ്ങനെ തോന്നുന്നില്ല. ഒരു പോസിറ്റീവ് എനർജി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അഡ്വാൻസ് ചെയ്യണം. അത് അഡ്വാൻസ്, എന്റെ വീട് കൊല്ലത്താണ്. അഡ്വാൻസ് ചെയ്യാൻ ഞാൻ കോഴിക്കോട് വരെ എത്തണം. അപ്പൊ അതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് നെജില മാമിന്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. മാം എനിക്കൊരു 1 മന്ത് തന്നെ എനിക്ക് അത് വരാനുള്ള കുറെ കാര്യങ്ങൾ, പ്രാക്ടീസസ് അഡീഷണൽ ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം, അവിടെ എത്തിയതും ഒരു അത്ഭുതകരമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ 3 ദിവസം എന്താ പറയണ്ടേ, ഇപ്പോഴും ആലോചിക്കുമ്പോ അടിപൊളിയായിരുന്നു. അതെ അതെ, തീർച്ചയായും. ഞാൻ നേരം എന്താണ് പറയണ്ടേ, ആ ഒരു ജേണിയില് അങ്ങ് പോവുമായിരുന്നു, ഫ്ലോ ആയിരുന്നു. രാത്രി ആയതും അറിയുന്നില്ല, വിശപ്പും തോന്നുന്നില്ല, ഒന്നും. ആ ഒരു ഫീലാവുന്നതിന്റെ ആ ഒരു സുഖം. Yeah. ആ ഒരു സെവൻത് ഡയമെൻഷനിലേക്കുള്ള ഒരു ജസ്റ്റ് ചെറിയ രീതിയിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അല്ലേ? ആ ഒരു അതെ അതെ പീസ് ഓഫ് മൈൻഡ്, ആ ഒരു എന്താ പറയാ, ഒരു നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു തണുപ്പുണ്ടല്ലോ, ആ ഒരു അതെ സമാധാനത്തിൽ, ആ ഒരു അതെ അതെ, സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നതും അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ എന്താണ് അപ്പോൾ നമ്മൾ മൈൻഡ് ക്ലീനിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മാമിൻ്റെ ഒരു എക്സ്പീരിയൻസസിൽ നിന്ന് എന്താണ് തോന്നുന്നത്? മീൻസ് നമ്മുടെ പുറത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അല്ലേ, നമ്മൾ ഫിസിക്കലി ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പം നമ്മൾ ഓടും, നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവും, മെഡിസിൻ എടുക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട്, ഇപ്പം മാം പറഞ്ഞ പോലെ ബേസിക്കലി ക്ലിയർ ആയെന്ന് പറഞ്ഞു, ഓവർ തിങ്കിങ്, ഈ ആങ്സൈറ്റി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത്, മാമിന് എന്താ തോന്നിയിട്ടുള്ളത്? പറയുകയാണെങ്കിൽ ഇപ്പം നമ്മള് ഒരു മെഡിസിൻ കഴിച്ചാൽ പോലും നമുക്കത് എഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി മൈൻഡ്, എന്തായാലും മൈൻഡ് ബോഡി കണക്ഷൻ ഒരു ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ മൈൻഡ് ക്ലിയർ ആണെങ്കിൽ നമ്മളൊരു വെള്ളം കുടിച്ചാൽ പോലും നമുക്കത് മെഡിസിൻ ആയിട്ട് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ എന്റെ കാര്യത്തിൽ ഇപ്പൊ മെഡിസിൻ ഇല്ലാത്തത് കൊണ്ടാണ് പൂർണ്ണമായിട്ട് എനിക്ക് EFT ട്രസ്റ്റ് ആയത്. പക്ഷെ ബാക്കിയുള്ള ഹെൽത്ത് ഇഷ്യൂവിനൊക്കെ മെഡിസിൻ ഉണ്ട്. അപ്പൊ നമ്മള് മൈൻഡ് ഫസ്റ്റ് ക്ലിയർ ആക്കി ആ മെഡിസിനും ചെയ്യുവാണെങ്കിൽ എനിക്കിപ്പോ 6 മന്ത് എന്ന് പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ ഏത് ഹെൽത്ത് ഇഷ്യൂവിനും പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോ മൈൻഡ് ക്ലിയർ ആക്കി വളരെ പ്രധാനമാണ്. അത് ക്ലിയർ ആക്കിയാല് ബോഡിയും ക്ലിയർ ആയി. പിന്നെ നമ്മള് എന്ത് കഴിച്ചാലും മെഡിസിൻ കഴിച്ചാലും ഒക്കെ നമ്മുടെ ബോഡിയിൽ അത് പെട്ടെന്ന് എഫക്റ്റീവ് ആണ്. ഓക്കെ. ഇതിന്റെ റൂട്ട് കിടക്കുന്ന നമ്മുടെ ഇപ്പൊ ഫിസിക്കലി ബുദ്ധിമുട്ടുണ്ടാവുന്നതിന്റെയൊക്കെ റൂട്ട് കിടക്കുന്നത് നമ്മുടെ മൈൻഡിൽ തന്നെയാണ് അല്ലെ? അവിടെയാണ് അത്, അവിടെ ക്ലിയർ ചെയ്യുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഇപ്പൊ മാം പറഞ്ഞു ഇതിന് മുൻപ് മോട്ടിവേഷണൽ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഒരു EFTയും അതർ കോഴ്സസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്താണ്?
അതാണ് ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, നമ്മളൊരു മര ഒരു മരം എന്ന് തന്നെ വിചാരിക്കാം. മരത്തില് ഏതെങ്കിലും ഭാഗത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ്, മനുഷ്യന്റെ കാര്യത്തില് അത് പ്രോബ്ലംസ് എന്ന് പറയും. ഇപ്പം ഒരു ഫ്രൂട്ടിന്റെ കാര്യമാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും എന്താണ് കേടാവുക, അല്ലെങ്കിൽ ഇലകൾ കേടാവുക ഒക്കെ വരുമ്പോ നമ്മള് ആ ഇലകളും ഫ്രൂട്ടും അല്ലല്ലോ മരുന്ന് തെളിക്കേണ്ടുള്ളത്. അതിന്റെ യഥാർത്ഥ കാരണം അതിന്റെ വേരുകളിലാണ്. അപ്പോ സാധാരണ ഈ മോട്ടിവേഷൻസ് ആവട്ടെ, സാധാരണ ഈ ചെറിയ ക്ലാസ്സുകളൊക്കെ ആകട്ടെ, നമുക്ക് ഒരു ചെറിയൊരു നമ്മളൊരു ശിഖരം വെട്ടിക്കളയുന്നത് പോലെ ഒരു കുറച്ച് സമയത്തേക്ക് ഒരു ആശ്വാസം തരും. പക്ഷേ EFT അതിന്റെ ആഴങ്ങളിലേക്ക് പോയി പുതിയ ബ്രാഞ്ചസ് ഉണ്ടാകാന്, പുതിയ ആ വൃക്ഷം നല്ല രീതിയിൽ വളരാന്, അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് നമ്മുടെ റിയൽ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാനും നമുക്ക് അത് ക്ലിയർ ചെയ്ത് നമുക്ക് വളരാനും ഹെൽപ്പ് ചെയ്യും EFT. ഓക്കെ, വെരി ഗുഡ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത് മാം, പ്രാക്ടീസ് നമ്മൾ ക്ലാസ് കേട്ടോണ്ടായില്ല. ക്ലാസ് വളരെ ഹെൽപ്ഫുൾ ആണ്. സാറിന്റെ ക്ലാസ് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. വളരെ ഹെൽപ്ഫുൾ ആണ്, പുതിയ തിരിച്ചറിവുകളാണ്. പക്ഷെ നമ്മൾ പ്രാക്ടീസസ് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം, എങ്കിൽ അതെ, റിസൾട്ട് ഉറപ്പാക്കണം. ഡെഫിനറ്റ്ലി നമ്മൾ EFT വ്യത്യസ്തമാക്കുന്നതും ആ പ്രാക്ടീസസ് ആണ്. കാരണം നമ്മൾ ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം, സെൽഫ് ലവ് വേണം, അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, ഫൊഗീവ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ഇതിന് മുൻപും കേൾക്കാറുണ്ട്. പക്ഷെ അത് എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി അത് ആക്ഷനിലേക്ക് വരാം എന്നുള്ളതാണ് EFTയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അല്ലെ, അങ്ങനെയല്ലേ തോന്നിയിട്ടുള്ളത്? അപ്പോൾ അവിടെയാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസും ഇതിന്റെ ഒരു യുണീക്നെസ്സും അല്ലെ EFTയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ മാം, എന്തൊക്കെ പ്രാക്ടീസസ് ആണ് ഡെയിലി ചെയ്യാറുള്ളത്? ഞാൻ സെൽഫ് ലവ് ചെയ്യാറുണ്ട്. പിന്നെ മെഡിറ്റേഷൻ പരമാവധി കയറും, അല്ലെങ്കിൽ ഓഡിയോ ഒക്കെ ഉള്ളത് സമയം കിട്ടുമ്പോൾ. ഇന്ന സമയം എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരുന്നാൽ ഒരു കാര്യവും നടക്കില്ല. ഇല്ല, ഇല്ല. സമയം കിട്ടുമ്പോൾ ഞാൻ അത് ചെയ്യും. പിന്നെ സെൽഫ് ഫൊഗീവ്നെസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. Yeah. ഇപ്പൊ തന്നെ നമ്മളൊരു മെഡിറ്റേഷന് കയറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കുള്ളിൽ കുറ്റബോധം കിടക്കുവാണ്. അപ്പം അത് ഫസ്റ്റ് നമ്മൾ അങ്ങ് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പം സെൽഫ് ഫൊഗീവ്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം സെൽഫ് ഫൊഗീവ്നെസ് വരുമ്പോഴാണ് സെൽഫ് ലവ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നത്. ഡെഫിനറ്റ്ലി. Yeah. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എഴുതണമെന്നില്ല, നമ്മൾ മനസ്സിൽ തന്നെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. Yeah. കുറെ എഴുതിയിരുന്നു, ഒരു ബുക്കോളമൊക്കെ ഞാൻ എഴുതിയിരുന്നു. ഇപ്പം എഴുതിയില്ലെങ്കിൽ പോലും എനിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കാര്യം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു നന്ദി തോന്നുന്നുണ്ട്. ഗ്രേറ്റ്ഫുൾ പിന്നെ ആവാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫൊഗീവ്നെസ് പലതും എന്താണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിട്ടുകൊടുക്കാനും അത് ലെറ്റ് ഗോ ചെയ്യാന് എന്നെ ബാധിക്കാത്തൊരവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട്. അത് ഓക്കെ. ശരിയാവും എന്നുള്ളൊരു എന്താണ് ലെറ്റ് ഗോ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ഇതാക്കുകയല്ലല്ലോ, ഇത് ശരിയാകും എന്നുള്ളൊരു കാര്യത്തില് നമ്മൾ അങ്ങനെ ഒഴിവാക്കുന്ന കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ശരിയായി തന്നെ വരും. ഓക്കെ, തീർച്ചയായിട്ടും. നമ്മുടെ മെന്ററിംഗ് സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു മാം? ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സ് ചെയ്തിട്ടുള്ള ആളാണ്. നമ്മുടെ മെന്ററിംഗ് കോഴ്സ് എന്ന് പറയും, സോറി, മെന്ററിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന്, EFT കോഴ്സിലേക്ക് വരുന്ന സ്റ്റുഡൻസിന്, ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഒരു മെൻറ്റർ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അവർക്ക് സൊല്യൂഷൻ നൽകുന്നതിനും, അതുപോലെ 1-to-1 പേഴ്സണൽ സിറ്റിങ്ങിനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ മാം എങ്ങനെ ഉണ്ടായിരുന്നു മെന്ററിംഗ് സർവീസ്? മെന്ററിംഗ് സർവീസ് സ്കൈലാറിന്റെ നല്ലൊരു ടീമാണ്. ഇതില് എനിക്ക് ബേസിക്കലി എന്റെ മെന്റർ താഹിറ മാം ആയിരുന്നു. മാം നല്ല രീതിയിലാണ് എനിക്കെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റി. മാം പേഴ്സണൽ സെക്ഷൻസിലൊക്കെ നമ്മൾ മടിച്ചാലും മാം ഇരുന്ന് നമുക്ക് ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്ന് നല്ലൊരു സർവീസ് ആയിരുന്നു. അതുപോലെ ഞാൻ ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് താഹിറ മാമിന്റെ അടുത്ത്. നല്ലൊരു സർവീസ് ആയിരുന്നു താഹിറ മാം എനിക്ക് തന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പിന്നെ അഡ്വാൻസ് കഴിഞ്ഞപ്പോ എനിക്ക് ഷബ്ന മാം ആയിരുന്നു. ഷബ്ന മാമും വളരെ, അതായത് എന്താ പറയണ്ടേ, ഞങ്ങള് ഒരുപാട്, അതായത് ഇന്ന ടൈം ലിമിറ്റ് ഇല്ലാതെ ഒരുപാട് സംസാരിച്ച് ആ റൂട്ട് കോസിലേക്കൊക്കെ എത്തുമായിരുന്നു. ഇത്ര സമയം, ഒരു മെന്റർ എന്ന് പറയുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് കോള് നിർത്തി പോകണം എന്നുള്ള ഒരു ചിന്താഗതി ആയിരുന്നില്ല. കുറച്ച് സമയം അധികമായാലും നമ്മുടെ കറക്റ്റ് ഒരു ജോലി ചെയ്യുക എന്നതിനപ്പുറം ആ ഒരു ക്ലയന്റിന്റെ കറക്റ്റ് കാര്യങ്ങൾ കണ്ടെത്തി അത് ഹീൽ ചെയ്ത് കൊടുക്കാൻ മാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഓക്കെ. അത്
കുറെ അധികം സമയം നമ്മൾ സംസാരിച്ച് എന്നെ ആ ഒരു കറക്റ്റ് എന്താണ് അതിലേക്ക് നമ്മൾ ഓർത്തെടുപ്പിച്ച് അത് ക്ലിയർ ചെയ്യിക്കാൻ ഷബ്ന മാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഹാജറ മാമും എനിക്കൊരു അഡ്വാൻസിന് മുമ്പ് ഞാനിങ്ങനെ പുറത്തേക്കൊന്നും യാത്ര ചെയ്യാത്ത ഒരാളായിരുന്നു. അപ്പോ മാം ഒരു സെഷൻ തന്ന് പിന്നെ എവിടെ നിന്നില്ലാത്തൊരു എനർജി ആയിരുന്നു എനിക്ക് വന്നത്. തലേ മാമിനോട് ദിവസം ഒരുപാട് വരെ വരാൻ നന്ദിയുണ്ട്. പറ്റില്ലയോ, ഭയങ്കര ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലെ? ഓക്കെ. അപ്പോ ഇതിന്നൊക്കെ ഇപ്പൊ രണ്ട് കോഴ്സും ചെയ്തു മീൻസ് പിന്നെ അഡ്വാൻസ്. പറയണം, നെജില മാമിന്റെ കാര്യം എനിക്ക് എടുത്തു പറയണം. നെജില മാമും ഒരുപാട്, അതായത് ഞാനൊരു സംശയം ചോദിച്ചാലും എത്ര തിരക്കിലാണെങ്കിലും ഒരു റിപ്ലൈ മാം തന്നിരുന്നു, ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. എന്ത് സംശയം ചോദിച്ചാലും ക്ലിയർ ചെയ്തു തരും. നല്ലൊരു മെന്ററായിരുന്നു. മെന്ററും എല്ലാം നെജില മാം നല്ല ഹെൽപ്പായിരുന്നു. ഓക്കെ. ഇതിൽ നിന്നെല്ലാം അപ്പം നമ്മുടെ അഡ്വാൻസ് ആൻഡ് ബേസിക് കോഴ്സ് ചെയ്തു. ഇതിനൊക്കെ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്തായിരുന്നു? എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്തായിരുന്നു? ഇപ്പം സെൽഫ് ലവ് ആണോ? എന്താണ് മാമിനെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തത്? എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. സെൽഫ് ഫൊഗീവ്നെസ്, ഓക്കെ. അത് പിന്നെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക. യാ. ഇത് പലപ്പോഴും പലരും സെൽഫ് സെൽഫിനെ ഫൊഗീവ് ചെയ്യാതെ സെൽഫ് ലവ് എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ സെൽഫിന് അത് വാങ്ങിച്ചു കൊടുക്കുന്നു, ഇത് വാങ്ങിച്ചു കൊടുക്കുന്നു, അങ്ങനെ സെൽഫ് കെയർ ചെയ്യുന്നു. ചെയ്യുന്നവരുണ്ട് അല്ലെ? സെൽഫ് കെയർ. സെൽഫ് ലവ് ആണ്. സെൽഫ് കെയർ എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് സെൽഫ് ലവ് ആണ്. പക്ഷെ അതിനപ്പുറം നമ്മൾ ആദ്യം നമുക്ക് ഫൊഗീവ് ചെയ്ത് കൊടുത്ത് നമ്മളെ ക്ലിയർ ആക്കിയിട്ട് ശേഷം സെൽഫ് ലവിലേക്ക് വന്നാൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. യാ. ഓക്കെ. പിന്നെ ലെറ്റ് ഗോ. ലെറ്റ് ഗോ ചെയ്യുന്നത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് മീൻസ് ലൈഫിൽ, ലെറ്റ് ഡെയിലി ഗോ ലൈഫിൽ? ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ, അതെ അതെ, ലെറ്റ് ഗോ ചെയ്യുന്നത് പിന്നെ നമുക്കൊരു തർക്കത്തിനോ ഒന്നിനോ നമുക്ക് അവരെന്താണ് അങ്ങനെ, അവരെന്താണ് ഇങ്ങനെ, അവരെന്താണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, അവരാണ് പ്രോബ്ലം എന്ന് നമ്മൾ ആരിലേക്കും ചൂണ്ടില്ല. യാ. റിയൽ റീസൺ മനസ്സിലാക്കി ഇതൊക്കെ ശരിയാകും എന്ന രീതിയിൽ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ അത് തീർച്ചയായും ശരിയായി വരും. ലെറ്റ് ഗോ ചെയ്യുന്നിടത്താണ് നമ്മുടെ പീസ് ഓഫ് മൈൻഡ് കിടക്കുന്നത്, ശരിയല്ലേ? കറക്റ്റ്. എല്ലാവർക്കും ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്താണ്? മനസ്സമാധാനമാണ് അല്ലെ? പറയാറുണ്ട്, എനിക്കൊന്നും വേണ്ട, എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയാൽ മതി അല്ലെ? പറയാറുണ്ട്, പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പോൾ ഈ സമാധാനം കിടക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. അപ്പം ഈ ഒരു റിയാലിറ്റി, ഈ ഒരു ലൈഫിന്റെ എന്താ പറയുക, ഒരു സക്സസ്ഫുൾ ലൈഫിന് വേണ്ടി ഇക്വേഷൻ ഒക്കെ കിടക്കുന്നത് നമ്മുടെ മൈൻഡിൽ തന്നെയാണ്, നമ്മുടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ ആരോടാണ് നന്ദി പറയാം? ഇപ്പൊ നേരത്തെ പറഞ്ഞു എങ്കിലും ഒന്നുകൂടെ ഞാൻ ചോദിക്കുകയാണ്. ഈ ഒരു ജേണിയിൽ ഇപ്പം വീട്ടിലെ ആളുകൾ ഉണ്ടാവാം, പണം ആയിട്ട് ഹെൽപ്പ് ചെയ്തവർ, പല രീതിയിൽ ഈ ഒരു ജേണിയിൽ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ആരോടാണ് നന്ദി പറയാനുള്ളത്? എനിക്ക് സ്റ്റൈലർ ടീമിനോട് മൊത്തം എനിക്ക് നന്ദിയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം ഞാൻ എന്നോട് തന്നെ നന്ദി പറയൂ. കാരണം താങ്ക് യു സോ മച്ച്. എന്റെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് മറ്റാരും അല്ല ശ്രമിച്ചത്, ഞാൻ തന്നെയാണ്. അപ്പം എനിക്ക് നന്ദി പറയാൻ എന്നോട് തന്നെയാണുള്ളത്. ഡെഫിനറ്റ്ലി നമ്മൾ മറ്റൊരാൾക്ക് നമ്മളെ മാറ്റം വരുത്താൻ കഴിയില്ല, അത് നമ്മൾ തന്നെ വിചാരിക്കണം അല്ലെ? നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ഹൈ ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്. ഡെഫിനറ്റ്ലി. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ സെൽഫ് ലവ് റിയൽ സെൽഫ് ലവ് ആണ്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ സെൽഫിനെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് എവിടെയും. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. പിന്നെ പിന്നെ അതിനെ സപ്പോർട്ടായി നിന്ന സ്കൈലാബ് ടീം, ഓക്കെ. എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും നല്ല ഹെൽപ്പായിരുന്നു. നമ്മള് കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞ് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം. നമ്മുടെ എന്ത് പ്രോബ്ലം വേണമെങ്കിലും നമ്മളെ മെന്റേഴ്സ് ക്ലിയർ ചെയ്ത് തരും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ കോഴ്സിലേക്ക് വരും, അതിന്റെ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി നമ്മൾ പ്രാക്ടീസസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. എനിക്ക് ഇത്രയും വലിയ നെഗറ്റിവിറ്റി ഉള്ള ഒരാള് 6 മാസത്തിനുള്ളിൽ കുറെ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിലും കുറഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്ന് ചേഞ്ച് വരും. അതെ മാം. അപ്പം പല ആളുകളും പറയുന്നതാണ് നമ്മുടെ ഫീ കൂടുതലാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ് നമ്മുടെ കോഴ്സ് എന്നുള്ളത്. എന്താണ് പറയാനുള്ളത്? ഫീ ഒന്നും ഇതിനകത്തൊരു ബാധകം അല്ലല്ലോ. ഫീ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് ക്ലിയർ ആയി നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ അതിനപ്പുറം നമുക്ക് കിട്ടുമല്ലോ. അപ്പോ
അത് നമ്മുടെ സ്വയം നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും കൂടുതലോ കുറവോ എന്നതല്ല. നമ്മൾ അതിൽ നിന്നും ഒരു ടൂള് പഠിച്ചെടുക്കുവാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂള് നമ്മൾ പഠിച്ചെടുക്കുവാണ്. അത് നമ്മൾ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മൾ ഈ ഫീ കൊടുത്തതിന്റെ 100 ഇരട്ടി നമുക്ക് നമ്മളിലേക്ക് വരും. അതെ. ഇപ്പൊ മാം മെഡിസിൻ എടുത്ത ഒരാളാണ്. അപ്പം ഒരുപാട് എക്സ്പെൻസീവ് ആയിരുന്നു അപ്പം മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും ഇപ്പൊ സെൽഫ് ആയിട്ട് നമുക്ക് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെ, ചികിത്സിക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് ആ ഒരു ഡിഫറൻസ്, എങ്ങനെയാണ് മാമിന് ഫീൽ ചെയ്യുന്നത്? നമ്മള് മെഡിസിൻ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിൻ ആയിരുന്നു. എങ്കിലും നമുക്ക് ഇതുപോലെ എന്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഒരു സംശയമായിരുന്നു, എത്ര നാള് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഈ മെഡിസിൻ വാങ്ങിച്ച് കഴിക്കേണ്ടി വരും, അങ്ങനെ ഒരു സംശയമായിരുന്നു. പക്ഷെ EFTയിലേക്ക് വന്നപ്പോൾ ആ സംശയം അങ്ങ് പോയി. ആദ്യത്തെ നമ്മുടെ ആ ഒരു പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയപ്പോ തന്നെ ആ ഒരു നമ്മുടെ ബോഡിയിൽ വന്ന മാറ്റം നമ്മൾ ഫീൽ ചെയ്തപ്പോഴാണ് ആ ട്രസ്റ്റ് വന്നു. നമ്മൾ ഒരിക്കലും ആ ഒരു ഫീ എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. നമ്മൾ ചെലവഴിക്കുന്ന നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന ആ തുകയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട്, നമ്മുടെ പ്രാക്ടീസസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫലം ലഭിക്കും. ഉറപ്പാണത്. അതിനകത്ത് ഇത്രയും പൈസ ഞാൻ കൊടുത്തത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. അതൊരു നെഗറ്റീവ് തോട്ടാണ്, ലിമിറ്റിംഗ് ബിലീഫാണ്. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. മുന്നോട്ട് വന്ന് നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് വെക്കുക, ഒരു റിസ്ക് എടുക്കുക. അത് നമ്മുടെ മുന്നിലേക്കുള്ള വലിയൊരു എന്താണ് ഓപ്പർച്യൂണിറ്റീസിലേക്കുള്ള ഒരു വഴിയാണിത്. അതെ. നമ്മളിപ്പോ നമുക്ക് എന്താ പറയുക, എല്ലാ രീതിയിലും നമുക്ക് വിലമതിക്കാനാവാത്ത അത്രയും വലിയൊരു ഗിഫ്റ്റാണ് കിട്ടുന്നത് നമുക്ക്. നമ്മുടെ ഓവർ തിങ്കിങ്, അതുപോലെ ആങ്സൈറ്റി, ഇതൊക്കെ നമ്മളെ ഡെയിലി ലൈഫിൽ നന്നായിട്ട് റിലേഷൻഷിപ്പിലായാലും ഒക്കെ ബാധിക്കുന്നുണ്ട്. നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരൊക്കെ സ്ട്രഗിൾ ചെയ്യാണ്, അല്ലേ? നമ്മൾ ഇപ്പൊ നെഗറ്റീവ് തിങ്കിങ്, ഓവർ തിങ്കിങ്, അതുപോലെ ആങ്സൈറ്റി, ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ മൈൻഡ് കാം ആയിരിക്കില്ല. അത് നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ കണക്റ്റഡ് ആയി നിൽക്കുന്ന എല്ലാവരെയും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൺസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട്, അല്ലെങ്കിൽ 100 ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരും, അല്ലേ? അതല്ലേ ഒരു അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്, നിഷിത? അതെ, അതെ. ജോയിൻ ഞാൻ ചെയ്യാൻ എന്റെ ഈ പഠിച്ചു 6 നിൽക്കുക. മാസത്തെ ജേണിയാണ് ഞാൻ പറഞ്ഞത്. ഈ 6 മാസം കൊണ്ട് വന്ന ഒരു കാര്യമാണ് എനിക്ക് പറഞ്ഞത്. ഇനി തുടർന്നും ഇത് കണ്ടിന്യൂ ചെയ്തു പോയി കുറെ മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നെനിക്കറിയാം. ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മൾ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ജേണിയാണ്, നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമാണ്. നമ്മളിപ്പം നമ്മുടെ ഓരോ ഏരിയാസിലും നമുക്ക് ഇപ്പോഴാണ് ഈ ഒരു അവയർനെസ് കിട്ടിയിട്ടുള്ളത്, അല്ലേ? നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് 15 വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യപ്പെട്ടത്. അപ്പം അത് റീപ്രോഗ്രാം ചെയ്യാന്ന് പറയുമ്പം ടൈം എടുക്കും. ഓരോരോ ഏരിയാസ് നമ്മൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രാക്ടീസിൽ, അഡ്വാൻസ് പ്രാക്ടീസിൽ എന്താണ് കണക്ഷൻ വിത്ത് ഓർഗൻ ഓർഗൻ ഹീലിംഗ്, അല്ലേ? അത് മാം വളരെ ഒരു കണക്റ്റഡ് ആയിട്ടില്ലേ അതുമായിട്ട്? അതെ, ഹെൽത്ത് ഇഷ്യൂ ആയതുകൊണ്ട് ഒരു ഓർഗൻ റിലേറ്റഡ് ആയതുകൊണ്ട് ആ ഒരു ഓർഗന് ഞാൻ ഫോർഗീവ് ചെയ്ത് കൊടുത്തു. നമ്മളെ ശരീരത്തിനുള്ളിലുള്ള പല കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട്, അത് നമ്മൾ ഒരു കാര്യം ചെയ്യാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതിനോടൊരു ഗ്രാറ്റിറ്റ്യൂഡ്, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ട് അനുകൂലമാകും. നമ്മുടെ ഓർഗൻസും നമുക്ക് വേണ്ടിയിട്ട് അനുകൂലമാകും. ഓർഗൻ ഹീലിംഗ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ജോയിൻ നമ്മള് ചെയ്യാൻ നമ്മുടെ നമ്മൾ കാണുന്നില്ല. അതെ, നമ്മൾ ഔട്ട്സൈഡിൽ എന്നോട് പലരും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയും, സൊല്യൂഷൻസ്. അതെ അതെ, നമ്മൾ പുറത്തേക്ക് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എല്ലാം ക്ലിയർ ആവും. അതിന് EFT ഹെൽപ്പ് ചെയ്യും ഉള്ളിലേക്ക് നോക്കാൻ. ജോയിൻ ചെയ്യാൻ മടിച്ചു നിൽക്കുന്നവരോട് എന്താണ്, സംശയിച്ചു നിൽക്കുന്നവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ലൈഫിൽ മാറ്റം വേണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ് ഇപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അല്ലെങ്കിൽ ഈ 6 മണിക്ക് മെഡിറ്റേഷന് കിടന്നുറങ്ങിയാൽ മതി, ഇരിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് മെഡിറ്റേഷന് വരുന്ന ആൾക്കാരാണ്. അപ്പോ ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് വെക്കുക, EFT എന്നുള്ള ആ ഒരു കോഴ്സിലേക്ക് കയറുക. ഒരുപാട് തിരിച്ചറിവുകൾ നമുക്ക് ലഭിക്കും. പ്രാക്ടീസസ് വഴി നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും. നമുക്ക് ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വരും. അത് എക്സ്പീരിയൻസ് ചെയ്യുക. ഞാനിപ്പോ എന്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. ഓരോരുത്തരുടെ ലൈഫിലും ഓരോന്നായിരിക്കും. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത് എന്താണ് അനുഭവിച്ചറിയുക.
ഫീസ് കൂടുതലാണോ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും അതിന് പണത്തിന്റെ മൂല്യമല്ല നോക്കേണ്ടുള്ളത്. അതിനപ്പുറം മൂല്യമുള്ള കാര്യങ്ങളാണ് EFT വഴി നമുക്ക് കിട്ടുന്നത്. ഒരു റിസ്ക് എടുക്കുക. Yeah. അവരെ സക്സസ് ആയിട്ടുള്ളൂ അല്ലേ? റിസ്ക് എടുക്കുന്നവരെ സക്സസ് ആയിട്ടുള്ളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വിലപ്പെട്ട സമയം നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് മാറ്റിവെച്ചതിന്. അതുപോലെ ഇത് ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആവട്ടെ. ഒരുപാട് പേർക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് നമ്മുടെ ചുറ്റും. അവർക്ക് ഇതൊരു പലരും ട്രസ്റ്റ് ഇല്ല. മീൻസ് മാം പറഞ്ഞ പോലെ ഇപ്പം EFTയിലേക്ക് ഫസ്റ്റ് ടൈം വരുമ്പോൾ ഇത് ക്ലിയർ ആവുമോ, ഇതിപ്പം ബോഡിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടുമോ എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ഉള്ളവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു എവിഡൻസ് ആവട്ടെ മാമിന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ലൈഫ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും മാമിനോട് ചോദിക്കാനുണ്ടെങ്കിൽ, കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്. നമ്മുടെ നെക്സ്റ്റ് EFT ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഏരിയാസിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ക്ലിയർ ആയതാണ്. അപ്പം മെഡിസിനിൽ മീൻസ് അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും ഒക്കെ മെഡിസിൻ കഴിക്കുക, മാറുന്ന ഒരു അഷുറൻസ് കൊടുക്കാത്തൊരു കാര്യം നമ്മുടെ EFTയിലൂടെ അത് ക്ലിയർ ചെയ്യാൻ പറ്റി അല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലും ഏരിയാസിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. EFT കോഴ്സിൽ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കരിയർ പ്രോബ്ലം ആവട്ടെ, റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് ആവട്ടെ, അപ്പം നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഒരു കുറച്ച് ടൈമും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നു, പ്ലസ് പ്രാക്ടീസസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ സോറി, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ കിട്ടും. ഓക്കെ, അത് ഏത് ഏരിയയിലാവട്ടെ. കൂടെ നിങ്ങൾക്കൊരു മെൻറ്റർ നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ടാവും. 30 days മെൻറ്ററിങ് സർവീസോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും അല്ലേ, നമ്മൾ ഒരു മെൻറ്ററുടെ അഭാവം നമ്മുടെ ലൈഫിൽ നമുക്ക് പല കാര്യങ്ങൾ അറിയുമെങ്കിലും നമ്മൾ എന്താണ്, പല എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാനുള്ളത് പോലും വിട്ടു പോകാറുണ്ട്. എന്നാൽ നമ്മൾ ഒരാൾ കോഴ്സ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ഗൈഡ് ചെയ്യാൻ, നമ്മളൊരാൾ ഒന്ന് പിന്നീന്നൊന്ന് തള്ളാൻ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും അല്ലെ? സ്കൂളിലൊക്കെ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ടീച്ചർ ഉണ്ട്, ഹോംവർക്ക് ഉണ്ട്, അത് നെക്സ്റ്റ് ഡേ ചോദിക്കും. ഈ ഒരു കോഴ്സോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ഒന്നും ചെയ്യാതെ പോകും. അപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു മെന്റർ ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഈ EFTയിൽ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാബിറ്റ് ആക്കി മാറ്റുന്നത് വരെ ഒരു മെന്റർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. 1 month മെന്ററിങ് സർവീസോട് കൂടിയിട്ടുള്ള കോഴ്സാണ്. അപ്പൊ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. എല്ലാവരും വൺസ് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യണം എന്നാണ് ഞാൻ പറയാറുള്ളത്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും നമ്മുടെ എപ്പോഴും സന്തോഷവും സമാധാനവും സക്സസ് ഒക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും, പല കാര്യങ്ങളും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പല പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ റിസൾട്ട് എപ്പോഴും എന്താണ്, നമ്മൾ ആ ഒരു ആദ്യത്തെ റിസൾട്ട് അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്ലോക്സ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതും നമ്മൾ ആ ഒരു റിയൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ മാം പറഞ്ഞു ആ ഒരു ഹെൽത്ത് ഇഷ്യൂവിന്റെ റൂട്ട് കോസ് കിടക്കുന്നത് ചൈൽഡ്ഹുഡിലാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ആ ഒരു കാര്യം. അവിടെ ക്ലിയർ ചെയ്തപ്പോഴാണ് ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ ഇവിടെ ക്ലിയർ ആയത്. അപ്പം അത്രത്തോളം കണക്ഷൻ ഉണ്ട് നമ്മുടെ ചൈൽഡ്ഹുഡായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വൂം സ്റ്റേജൊക്കെ ആയിട്ട് നമ്മുടെ ലൈഫിൽ. അപ്പം എല്ലാവരും അത് മനസ്സിലാക്കുക. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നമ്മുടെ നിങ്ങൾ ഉള്ള ഗ്രൂപ്പിൽ അഡ്മിൻസുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ആഡ്സ് വരുന്നുണ്ട്, മീൻസ് പോസ്റ്ററിലൊക്കെ ഉള്ള നമ്പറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിന് ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ചോദിക്കാനുണ്ടോ? മാം, ഇനി ഈ സിൽവർ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി മെന്ററിന് വേണമെന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് പറയാൻ പറ്റുമോ? പേയ്മെന്റ് ചെയ്താൽ മതി. അത് നിങ്ങൾ ആര് ത്രൂ ആണോ
CC ഉണ്ടാവുമല്ലോ, കോഴ്സ് കൗൺസിലറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ആര് ത്രൂ ആണ് നിങ്ങൾ ജോയിൻ ചെയ്തത് അവരെ കണക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടും കേട്ടോ. ആ. ഓക്കെ. നമ്മുടെ ടീമിൽ അങ്ങനെ ഒരു മീൻസ് നമ്മുടെ കമ്പനിയിൽ ഈ ഒരു ഫെസിലിറ്റി കൂടെ അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾ വൺസ് കോഴ്സ് കഴിഞ്ഞു, മെൻറ്ററിംഗ് സർവീസിൻ്റെ കൂടെ കഴിഞ്ഞു, വീണ്ടും നിങ്ങൾക്ക് മെൻറ്ററിംഗ് സർവീസ് വേണമെന്നുണ്ടെങ്കിൽ അതിനും ഉള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. നിങ്ങൾ CCയെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. നിഷിത മാം ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഈ ഒരു വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചതിന്. താങ്ക് യു. ഇനിയും നിങ്ങൾ ഏതൊക്കെ ഏരിയാസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ട്രാൻസ്ഫോർമേഷൻ, അത് 10 മടങ്ങായിട്ട് നിങ്ങളിലേക്ക് എത്തട്ടെ, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു. അപ്പം കണ്ടിന്യൂ ചെയ്യുക, പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഓരോ ഏരിയാസ് എടുത്ത് ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Thank you, ma'am. ഹാവ് എ നൈസ് ഡേ ഓൾ. ഹാവ് എ നൈസ് ഡേ.